ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂം, റോമാക്കാർ, അതിൻ്റെ 20-ാം സൂക്തം മുതൽ 23 വരെയുള്ള വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നാം പഠന വിധേയമാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബ് സുമ്മ ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ. നിങ്ങളെ അവൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് നിങ്ങളതാ ലോകമാകെ വ്യാപിക്കുന്ന മനുഷ്യവർഗമായിരിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്നു. ഈ വചനത്തിലെ പ്രധാനപ്പെട്ട പദമെന്ന് പറയുന്നത് ഖലഖക്കും, ഖലഖ പ്ലസ് കും, അതായത് നിങ്ങളെ അവൻ സൃഷ്ടിച്ചു എന്നാണ്. അൻ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ പടച്ചത് എന്തിൽ നിന്ന്? മിൻ തുറാബ്, മണ്ണിൽ നിന്ന്. അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. വളരെ അത്ഭുതകരമായിട്ടുള്ള സംഗതിയാണ്. മനുഷ്യൻ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളും പുരോഗതികളുമൊക്കെയാണ് കൈവരിച്ചിട്ടുള്ളത്. പക്ഷേ മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മറന്നുകൂടാ. എത്രയോ വചനങ്ങളിൽ അല്ലാഹു തആല അത് പറയുന്നുണ്ട്. മിൻഹാ ഖലഖനാകും, അതിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്, അഥവാ മണ്ണിൽ നിന്നാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റ. സൂറത്തു ത്വാഹയിൽ അല്ലാഹു തആല പറഞ്ഞു, മണ്ണിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചു, അതിലേക്ക് തന്നെ മടക്കും, അതിൽ നിന്ന് തന്നെ പിന്നീട് നിങ്ങളെ പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യൻ്റെ ആദ്യ പിതാവായിട്ടുള്ള ആദം, ആ ആദമിനെ അല്ലാഹു തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അങ്ങനെ ആ ആദമിൻ്റെ മക്കളെല്ലാം ലോകത്ത് പടർന്ന് പന്തലിച്ച്, അതല്ലെങ്കിൽ ലോകത്താകമാനം വ്യാപകമായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ എല്ലാവരും ആദമിൻ്റെ സന്തതികളാണല്ലോ. ഇനി അതല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സർവ്വ മനുഷ്യരെക്കുറിച്ചും ചിന്തിക്കുകയാണെങ്കിൽ അവരെല്ലാം മണ്ണിൽ നിന്നാണ്. എങ്ങനെയാണത്? ഭക്ഷണത്തിൽ നിന്നാണ് ബീജം ഉണ്ടാകുന്നത്. അതുപോലെ സ്ത്രീയുടെ അണ്ഡവും. അപ്പോൾ പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവുമൊക്കെ ഭക്ഷണം അവന് കഴിക്കുന്നതിലൂടെ, അന്നപാനീയങ്ങൾ കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്നു. ആ ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സസ്യലതാദികളാണ്. സസ്യങ്ങളോ മണ്ണിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളെ അവൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്നു എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. അതോടൊപ്പം തന്നെ അത്ഭുതകരമായ കാര്യമാണ്, ചിന്തനീയമായ കാര്യമാണ്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്ക് ഇത്രമാത്രം കഴിവുകൾ ആർജിച്ചെടുക്കുവാൻ കഴിഞ്ഞതെങ്ങനെ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സുമ്മ ഇദാ അൻതും, പിന്നീട് ഇദാ അൻതും, നിങ്ങളതാ ബശറുൻ, മനുഷ്യരായിക്കൊണ്ട്, തൻതശിറൂൻ, വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻതഷറ, വ്യാപിച്ചു. എൻതഷിറു, വ്യാപിക്കുന്നു. ഇൻതിഷാർ, വ്യാപിക്കൽ. അതാണ്. അപ്പോൾ മനുഷ്യൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. അവൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, അവൻ്റെ ശരീരഘടന, ആന്തരിക അവയവങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് എത്രമാത്രം അത്ഭുതകരമായിട്ടാണ് അല്ലാഹു തആല ഇതൊക്കെ പടച്ചത്. പക്ഷേ അത് മണ്ണിൽ നിന്നാണ് എന്ന് കൂടെ ഓർക്കുമ്പോൾ ആ ഒരു വിസ്മയം നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ ചിന്തിച്ചാൽ സർവശക്തനായ അല്ലാഹു തആല ഇതിൻ്റെ, ഈ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുണ്ട്. അവനാണ് സൃഷ്ടാവ്. സൃഷ്ടാവായ ആ ശക്തി തന്നെയാണ് ആരാധ്യൻ. അവൻ മാത്രമേ ആരാധ്യനായുള്ളൂ എന്ന് ബോധ്യപ്പെടും. അതാണ് ബമിൻ ആയാത്തി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അഥവാ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും കണ്ടെത്തുവാനും ഉതകുന്ന കാര്യമാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്ന് ബോധ്യപ്പെടും. അടുത്ത വചനം,
വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. നിങ്ങൾക്ക് സമാധാനപൂർവം ഒരുമിച്ച് ചേരേണ്ടതിനായി നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവൻ്റെ ആയാത്തുകളിൽപ്പെട്ടതാകുന്നു, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്നു. നിശ്ചയമായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആയത്തിൽ പ്രധാനപ്പെട്ട പദം ഇപ്പോൾ അൻഫുസ് എന്ന് പറഞ്ഞാൽ നെഫ്സ് എന്നാണ് അതിൻ്റെ ഏകവചനം. നെഫ്സ് പറഞ്ഞാൽ ശരീരം, മനസ്സ് എന്നൊക്കെ അർത്ഥം. അൻഫുസ്. അസ്വാജൻ ഇണകൾ, അസ്വാജ്, സൗജ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അസ്വാജ്. ലിതസ്കുനു നിങ്ങൾ ഒത്തുചേരുന്നതിന് വേണ്ടി, നിങ്ങൾ ഒരുമിച്ച് ചേരുന്നതിന് വേണ്ടി. എങ്ങനെ? സമാധാനപൂർവം. അപ്പോൾ സകന യസ്കുനു സുകൂൻ, അതാണ് സകന എന്ന് പറഞ്ഞാൽ ശാന്തമായി. യസ്കുനു ശാന്തമായിട്ട് ഒരിടത്ത് കൂടുന്നു, കൂടിക്കൊണ്ടിരിക്കുന്നു. സുകൂൻ ശാന്തമായിരിക്കൽ, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ലിതസ്കുനു നിങ്ങൾ ശാന്തമായി സമാധാനത്തോടുകൂടെ ഒരുമിച്ച് ചേരുന്നതിന് വേണ്ടി. ഇലൈഹ അവരിലേക്ക്. എന്നിട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ സമാധാനപൂർവ്വം അവരിലേക്ക് ഒരുമിച്ച് ചേരുന്നതിന് വേണ്ടി, ഒരുമിച്ച് ചേരേണ്ടതിനായിക്കൊണ്ടാണ് നിങ്ങളിൽ നിന്നും തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പ് തീർച്ചയായും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. എന്നിട്ടോ വജഅല ബൈനക്കും നിങ്ങൾക്കിടയിൽ അവൻ നിശ്ചയിച്ചു മവദ്ദതൻ, മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ മഹബ്ബത്ത്, സ്നേഹം. വറഹ്മതൻ, റഹ്മത്ത് പറഞ്ഞാൽ കാരുണ്യം. അപ്പോൾ അല്ലാഹു തആല വിവാഹത്തിലേർപ്പെടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായി വിവാഹം, ഇസ്ലാമിക ശരീഅത്തനുസരിച്ചിട്ടുള്ള വിവാഹത്തിലേർപ്പെടുക. ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുള്ള വിവാഹം എന്ന് പറഞ്ഞാൽ അവിടെ വരന് വധു അവർ തമ്മിൽ കല്യാണം കഴിക്കാം എന്നുള്ള ആ ഒരു തീരുമാനവും തൃപ്തിയും സമ്മതമൊക്കെ ഉണ്ടാവണം. അങ്ങനെ സമ്മതവും തൃപ്തിയും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് വലിയ വേണം, ഈ പെൺകുട്ടിയുടെ രക്ഷിതാവ് വേണം, 2 സാക്ഷികൾ വേണം, മഹർ വേണം. അങ്ങനെ ഈ പെൺകുട്ടിയുടെ രക്ഷിതാവ് പറയാണ്, എൻ്റെ ഇന്ന മകൾ അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള ഇന്ന മകളെ ഈ മഹർ നിശ്ചയിച്ചുകൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് വിവാഹം ചെയ്ത് തൃപ്തിപ്പെട്ട് സന്തോഷപൂർവ്വം തന്നിരിക്കുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം പറയാൻ, അള്ളാഹുവിന് സാക്ഷി നിർത്തി നിങ്ങൾ ചെയ്തു തന്ന വിവാഹം, നിങ്ങളുടെ ഈ മകളെ ഇണയായി തുണയായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, സന്തോഷപൂർവ്വം തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ. ആ സന്ദർഭത്തിൽ നമ്മൾ ആ ദമ്പതിമാർക്ക് പ്രാർത്ഥിക്കുന്നു, ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു ബറക്കത്ത് നിങ്ങൾക്ക് ചൊരിയട്ടെ, ബറക്കത്തിൽ ഒരുമിച്ച് ചേർക്കട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഇസ്ലാമികമായി വിവാഹത്തിലേർപ്പെടുന്ന ദമ്പതികൾക്ക് അല്ലാഹു തആല മവദ്ദത്തും റഹ്മത്തും അത് അള്ളാഹുവിൻ്റെ വകയായിട്ട് നൽകുകയാണ്. അതായത് ശാശ്വതമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനർഘമായിട്ടുള്ള അനന്തമായിട്ടുള്ള കലവറയില്ലാത്ത സ്നേഹവും കാരുണ്യവും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. വല്ലാത്ത സ്നേഹബന്ധവും കാരുണ്യവും പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം ദമ്പതികളാകുന്നതോടുകൂടെ നല്ല മനസ്സുകളായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു തആല ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുഃഖങ്ങൾ, അവൻ്റെ മനക്ലേശങ്ങൾ, അവൻ്റെ മനസ്സിൻ്റെ വേവലാതികൾ, പ്രയാസങ്ങൾ, അതൊക്കെ ആത്മാർത്ഥതയുള്ള അവൻ്റെ ഇണയോട് പറയുമ്പോൾ അവനുണ്ടാകുന്ന ഒരു മനഃശാന്തി, ഒരു മനസ്സമാധാനം, അത് തീർച്ചയായിട്ടും വിവാഹ ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അതുപോലെ രോഗവും ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ദാരിദ്ര്യങ്ങൾ, കുടുംബത്തിലെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇണയും തുണയും തമ്മിൽ നൽകുന്ന ആ ഒരു ആശ്വാസവും സമാധാനവും സാന്ത്വനപ്പെടുത്തലും, അതൊക്കെ വിവാഹത്തിൽ നിന്നോട് കിട്ടുന്ന വലിയ സമാധാനവും അതോടൊപ്പം തന്നെ സ്നേഹവും കാരുണ്യവുമാണ് എന്ന് മനസ്സിലാക്കുക. സുഖവും ദുഃഖമൊക്കെ പരസ്പരം പങ്കിട്ടെടുക്കുവാനുള്ള ആ ഒരു മനസ്സ്, അത് തീർച്ചയായിട്ടും അല്ലാഹു തആല ഇങ്ങനെയുള്ള ദമ്പതികൾക്ക് നിശ്ചയിച്ചു കൊടുക്കുന്നു. ഇമാം ഇബ്നു മാജ നൽകിയിട്ടുള്ള ഒരു വചനത്തിൽ കാണാം, ലൻ നറാലിൽ മുതഹാബൈനി മിസ്ലൻ നിക്കാഹ്. ഇബ്നു മാജയുടെ സുനനിൽ 1847 വചനമാണ്. വിവാഹം പോലെ അന്യോന്യം സ്നേഹിക്കുന്ന ഒരു ഹൃദയബന്ധമുള്ള, പരസ്പരം ആത്മബന്ധമുള്ള ഇണക്കിളികൾ എന്നൊക്കെ പറയുന്നത് പോലെ അത്ര ഇഴുകിച്ചേർന്ന ബന്ധമുള്ളവരെ കാണുകയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു ബന്ധമാണ് വിവാഹത്തിലൂടെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കാലഘട്ടത്തിൽ വിവാഹത്തെ എതിർക്കുന്നവരും വിവാഹത്തോട് വൈമനസ്യമുള്ളവരുമായിട്ടുള്ള എത്രയോ യുവാക്കളുണ്ട്, യുവതികളുണ്ട്. അവർക്ക് വിവാഹം ഒരു ഭാരമാണ്, കുടുംബജീവിതം ഒരു പ്രയാസമായി അവർ കാണുന്നു. സ്വന്തമായി ജോലിയെടുത്ത് ശമ്പളം വാങ്ങി സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് സന്തോഷപൂർവ്വം ഒറ്റയ്ക്ക് ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് അവരുടെ ചിന്താഗതികൾ. അതെത്രമാത്രം വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ്. സത്യത്തിൽ വിവാഹം കഴിക്കണം, എന്നിട്ട് കുടുംബമായിട്ട് ജീവിക്കണം. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള രീതി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അൻകിഹുൽ അയാമ മിൻകും, നിങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇണയില്ലാത്ത തുണയില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുവിൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് അതാണ്. പ്രവാചകൻ പറഞ്ഞല്ലോ, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ, കല്യാണം കഴിക്കാൻ, ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചവളെ പോറ്റാൻ കഴിവുള്ള ആളുകൾ, യുവാക്കൾ, അവർ കല്യാണം കഴിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇസ്ലാം വമ്പിച്ച പ്രാധാന്യം കൊടുക്കുന്നു. തലമുറകൾ ഉണ്ടാകുക, മക്കളും മക്കളുടെ മക്കളും അല്ലെങ്കിൽ സന്താന പരമ്പരകൾ നിലനിർത്തുക എന്നത് മാത്രമല്ല വിവാഹത്തിൻ്റെ ലക്ഷ്യം. സമാധാനത്തോടുകൂടെ ഒരു മനുഷ്യൻ അവർ ജീവിക്കുക എന്നുള്ള നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ അവരുടെ പ്രായാധിക്യത്തിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ മക്കളില്ല, ഇണയില്ല, അവർ എത്രമാത്രം ദുഃഖപൂരിതമായിട്ടുള്ള കാലമാണ് അവർക്ക് അഭിമുഖീകരിക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ, തീർച്ചയായും ചിന്തിക്കുന്ന ജനതയ്ക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറയുന്നത്. അടുത്ത വചനം, വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർള് വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ ആലിമീൻ. ആകാശഭൂമികളുടെ സൃഷ്ടിയും നിങ്ങളുടെ ഭാഷകളിലും വർണ്ണങ്ങളിലുമുള്ള വ്യത്യാസവും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. തീർച്ചയായും അതിൽ അറിവുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആയത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ ഇഖ്തിലാഫ്, വ്യത്യാസം എന്നർത്ഥം. അൽസിനത്ത്, ലിസാന് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൽസിനത്ത്. ഭാഷകൾ, അൽവാൻ, വർണ്ണങ്ങൾ, ലൗന് എന്നുള്ള പദത്തിൻ്റെ ബഹുവചനമാണ് അൽവാൻ. അപ്പോൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര വലിയ സൃഷ്ടിയാണ്. ചെറിയ ചെറിയ ബാക്ടീരിയകൾ, അത് മുതൽ ആകാശം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ലക്ഷക്കണക്കിന് കോടി സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് ആകാശങ്ങൾ എന്ന് മാത്രമല്ല ഭൂമി, ആകാശങ്ങളും ഭൂമിയും എന്ന് മാത്രമല്ല ഭാഷകളിലൂടെ, നിങ്ങളുടെ ഭാഷകളുടെ വ്യത്യാസം, നിറങ്ങളുടെ വ്യത്യാസം, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്നുള്ളതാണ്. ഒരു മാതാവ് പ്രസവിക്കുന്ന അല്ലെങ്കിൽ ഒരു അച്ഛനും ഒരു അമ്മക്കും പിറക്കുന്ന മക്കളുടെ വർണ്ണങ്ങൾ പോലും വ്യത്യാസം ഉണ്ടായിത്തീരുന്നു. അതുപോലെ
അവരുടെ വലിപ്പത്തിൽ ഒരുപക്ഷെ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ എന്തെല്ലാം ഒരു മനുഷ്യനെപ്പോലെ മറ്റൊരു മനുഷ്യനില്ല എന്നുള്ളതാണ്. പൂർണ്ണാർത്ഥത്തിൽ ഒരാളെപ്പോലെ മറ്റൊരാളില്ല എന്നുള്ളതാണ്. ഇനി ചിന്തിക്കുക, എല്ലാ മനുഷ്യരും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരേ വർണ്ണത്തിൽ, ഒരേ വലുപ്പത്തിൽ, ഒരേ രൂപത്തിൽ, ഒരേ ഭാഷ സംസാരിക്കുന്നവരാണ് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? അപ്പോൾ അതാണ് വഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും, നിങ്ങളുടെ ഭാഷകളിലും വർണ്ണങ്ങളിലുമുള്ള വ്യത്യാസം. അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടികർത്താവ് സർവശക്തനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് ബോധ്യപ്പെടും. അവൻ മാത്രമാണ് സൃഷ്ടികർത്താവ്, അവൻ മാത്രമാണ് ആരാധ്യൻ എന്ന് ബോധ്യപ്പെടും. അതാണ് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിൽ ആലിമീൻ. തീർച്ചയായും അതിൽ വിജ്ഞാനമുള്ളവർക്ക്, അറിവുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിൽ ആലമീൻ എന്നും വായനയുണ്ട്, അഥവാ ലോകർക്ക് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ലോകത്തുള്ള ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് വരും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത വചനം, വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാർ വബ്തിഗാഉകും മിൻ ഫളലി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ. രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നതും അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. തീർച്ചയായും അതിൽ കേട്ട് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. മനാം എന്ന് പറഞ്ഞാൽ ഉറക്കം, ലൈല് അതിൻ്റെ ഓപ്പോസിറ്റാണ് നഹാർ, രാത്രി പകൽ. അപ്പോൾ രാത്രിയും പകലും മാറി വരിക, രാത്രിയിലുള്ള ഉറക്കം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാത്രി ഉറക്കമാണല്ലോ. എന്നും പകലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, എന്നും രാത്രിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, അവന് വിശ്രമിക്കാനുള്ള വേള, അവന് സമ്പാദിക്കാനുള്ള വേള. ഇനി ഉറക്കം എന്ന് പറയുന്നതിന് ഒരു അത്ഭുത പ്രതിഭാസമാണല്ലോ. മിക്ക ജീവികളും ഉറങ്ങുന്നു എന്നുള്ളതാണ്. ഉറക്കിൽ നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നു. എന്താണ് സ്വപ്നം എന്ന് പറഞ്ഞാൽ? സ്വപ്നം, അതിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് നമ്മൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? നാമാണോ? അല്ലല്ലോ. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് പോലും ഉറക്കിൽ നിന്ന് ഉണരുന്നു. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഉണരാൻ കഴിയാതെ വരുന്നു. ചില ആളുകൾ ഉറങ്ങി എഴുന്നേൽക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് എഴുന്നേൽക്കാൻ കഴിയാതെ പരലോകത്ത് വെച്ചായിരിക്കാം അവർ ഉണരുന്നത്. അപ്പോൾ ഈ ഉറക്കം, അതുപോലെ തന്നെ രാത്രി പകല്, വബ്തിഗാഉകും മിൻ ഫളലി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ ആ ഒരു കൽപ്പന, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യസ്മഊൻ. കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ഇവയിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. സൂറത്തുർ റൂമിൽ വമിൻ ആയാതിഹി എന്ന് തുടങ്ങുന്ന 6 വചനങ്ങളാണ് തുടർച്ചയായി കൊടുത്തിട്ടുള്ളത്. അതിൽ 4 എണ്ണമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. പരിശുദ്ധനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.